ചേട്ടാ, മലയാള സിനിമയിൽ സംവിധാന സഹായിയായി എത്തി പിന്നീട് തൻ്റേതായ കഴിവുകൾ കൊണ്ട് ഒരു സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ച യുവ നടനാണ് ഷൈൻ ടോം ചാക്കോ. ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെയും സംഭാഷണങ്ങൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടേതിന് സമാനമായിട്ട് വളരെ നിരന്തരം ആ ഒരു വിമർശനം ഉയർന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും ഈ ഒരു സംസാര ശൈലി അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ എന്ന നിലയിൽ സമൂഹം ഷൈനെ മുദ്രകുത്തി. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മാറി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തുടർന്ന് ബംഗളൂരുവിലെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്കുള്ള യാത്രയിൽ പിതാവിനെ ഒരു വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ മരണം തട്ടിയെടുക്കുന്നു. ഇപ്പോൾ ഷൈൻ ഏറെക്കുറെ ഒരു മാറിയ നിലയിലാണ്. കാരണം കഴിഞ്ഞിടയ്ക്കൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വളരെ പക്വമായ രീതിയിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരെങ്ങനെ മാറി നടക്കേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗിക്കുന്നവർക്കൊരു പ്രചോദനമായി ആ ഉപയോഗത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രചോദനമായി ഷൈൻ ടോം ചാക്കോ മാറുന്നുണ്ട്. അപ്പോൾ ഷൈൻ്റെ ആ മാറ്റമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഷൈൻ, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്തരം ഒരു കാര്യത്തിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ കാരണവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം തന്നെ പലതവണ തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് ഉപയോഗിക്കുന്ന ആളാണെന്നുള്ള കാര്യം. ഞാനത് ഉപയോഗിക്കുന്നില്ല എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. ചില നടന്മാരൊക്കെ ഉപയോഗിച്ചിട്ടും ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഷൈൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ചില TV പ്രോഗ്രാമുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ശീലത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് കോമഡി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആണ് അത്തരം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം അവിടെ വെച്ച് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാളായിട്ടാണ് ഷൈനെ കരുതുന്നത്. അഭി പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് വന്ന ഒരാൾ കമലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരുന്നു. അവർക്ക് പരിചയമുണ്ട്. അതുപോലെ 2003 നമ്മൾ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ എത്തുന്ന ഒരാൾ പിന്നീട് ഗദ്ദാമയിൽ വരുന്നു. ഗദ്ദാമയിൽ ദീർഘകാലം കമലിനൊപ്പം നിൽക്കുന്നു. അതിനുശേഷം ഗദ്ദാമയിൽ വന്ന് ആ ഒരു ക്യാരക്ടർ ഗദ്ദാമയിൽ കമൽ കൊടുക്കുന്നു. അത് ഷൈൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ഷഫീർ ആണ് തനിക്ക് വേണ്ടി വേഷത്തിനേക്ക് തന്നെ പരിഗണിക്കാൻ വേണ്ടി കമൽ ആവശ്യപ്പെട്ടത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ഷഫീറാണെന്നാണ് ഷൈൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വേറെ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാണ്. അങ്ങനെ സിനിമയിൽ വന്ന് ഈ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒരു ഹൈപ്പ് ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്നിലേക്ക് വ്യതിചലിച്ചു ജീവിതത്തിൽ താളപ്പിഴകൾ ഒരു പ്രശസ്തിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമ്മളെന്തോ ആയിക്കഴിഞ്ഞു എന്നൊരു ചിന്ത ഉണ്ടാവുക. പിന്നെ അതിനനുസരിച്ച് തോന്നിയ രീതിയിലൊക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് താളപ്പിഴ സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒട്ടനവധി പേരുണ്ട്. ഈ പ്രശസ്തിയും പണവും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കിത്തരിക നേട്ടങ്ങളല്ല, വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിത്തരും. നമുക്ക് എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടായോ അത് മുഴുവൻ ഇടിച്ച് നശിപ്പിച്ച് കളയും നമ്മളതിനെ അഹങ്കാരത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ അഹങ്കാരത്തോടു കൂടി എന്നല്ല, നമ്മളതിനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ജീവിതം താളം തെറ്റിപ്പോവും. അതാണ് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം. അമിതമായിട്ട് ഇപ്പോൾ ഞാൻ ചിലരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ മുൻപ് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഹൈപ്പ് കിട്ടുന്നു, സാലറി ഹൈപ്പ് കിട്ടുന്നു, പിന്നെ ലൈഫ് മാറിപ്പോവുക, പിന്നീട് അത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോവുക. ഒടുവിൽ അതിനൊക്കെ വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലുമുണ്ട്. എല്ലാ മേഖലയിലും നമ്മളത് കാണാറുണ്ട്. സിനിമയിൽ അത് ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. കാര്യം പുറത്തിറങ്ങുമ്പോൾ അവരെ എല്ലാവർക്കും അറിയാം. ഒന്ന് വാഹനത്തിൽ പോകുമ്പോൾ പോലും അദ്ദേഹത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ എടുക്കാൻ, ഈ നടിയാണെങ്കിലും നടനാണെങ്കിലും അവർക്കിപ്പോൾ ഒരു സെൽഫി ആഗ്രഹിക്കുന്ന മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു താളപ്പിഴയാണ്. ഇപ്പോൾ ഷൈൻ ഒരു വലിയ മാതൃകയാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന് ഷൈൻ പറയുന്നു, ഞാൻ മാറിക്കഴിഞ്ഞു, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം എനിക്ക് വലിയ മാറ്റമുണ്ടായി, ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. ആ മാറ്റത്തിൽ നിന്നും ഇനി ഞാൻ ഒരിക്കലും അതിലേക്ക് പോകില്ല, എനിക്ക് ലൈഫ് തിരിച്ച് കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം വന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കില്ല. നമ്മൾ പോലും വിശ്വസിക്കില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം, അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് CP ചാക്കോയ്ക്ക് അകാലത്തിൽ പൊലിയേണ്ടി വരുന്നു. അതും മകന് വേണ്ടി ജീവിതകാലം മൊത്തം ഓടേണ്ടി വന്ന ഒരു പിതാവിന് ഏറ്റവും അവസാനം മകനെയും കൊണ്ട് ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പോകുമ്പോൾ ഒരു
അപകടമുണ്ടാവുകയും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് പോലും ഈ ഷൈൻ വാഹനത്തിൻ്റെ പിന്നിൽ കിടന്ന് ഉറങ്ങുകയാണ്. ലഹരിയുടെ ഒരു അമിത ഉപയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. ഒരുപാട് നേരം നമ്മൾ തല നൂർത്ത് വെച്ച് സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ കെട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ തലയിലുണ്ടാകുന്ന മത്ത് അത് ഇറങ്ങി കഴിയുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തല നൂത്തിരിക്കാൻ ബുദ്ധിമുട്ട് വരും, ഭയങ്കര ഇറിറ്റേഷൻ ആവും നമുക്കത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ബാക്കിൽ അതാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഉറങ്ങിപ്പോയതാ. എന്തായാലും അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ എൻ്റെ പിതാവ് മരണപ്പെട്ടു, എൻ്റെ രക്തം മുഖത്തു നിന്ന് വരികയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു വേദന കണ്ട ഒരു മനുഷ്യൻ, അതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിരിക്കുന്ന മാറ്റം എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നൽകുന്ന അല്ലെങ്കിൽ ഒരു കൗൺസിലർ നൽകുന്ന കൗൺസിലിങ്ങോ ഒന്നുമല്ല. ജീവിതത്തിൽ അദ്ദേഹത്തിന് പിടിച്ച് കുലുക്കുന്ന തരത്തിലൊരു സംഭവം, ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം ഡാഡി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഡി അഡിക്ഷൻ, ലഹരിയിൽ നിന്നുള്ള മോചനം നൽകിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ലഹരി ഉപയോഗമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിന് മരണം സംഭവിക്കാനുള്ള കാരണം. അത് ഒരു പുത്രൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ഈ വാർത്തയുടെയൊക്കെ താഴെ ചിലർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ, ഇതിനി എത്ര ദിവസം ആണാവോ എന്നാണ് പലരും ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം, ഇപ്പോൾ ഞാൻ നാളെ വന്നിരുന്നത് പെട്ടെന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരിക്കലും ഇനി മാറിപ്പോവില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു, ഒരു എന്താ പറയുക നമ്മളെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു, അത് ബാധിക്കും. അത് ബാധിക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ബാധിക്കണമെങ്കിൽ പോലും ചിലർക്കേ അത് ബാധിക്കുകയുള്ളൂ. ഇപ്പം എന്താ പറയുക, ഷൈനെ സംബന്ധിച്ചിടത്തോളം ഷൈൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു പിതാവ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റയ്ക്കായപ്പോഴും താങ്ങായി നിന്ന് എന്തെല്ലാം കാര്യങ്ങളിൽ മുൻപ് ഒരു കൊക്കൈൻ കേസ് വന്നു, പല ആരോപണങ്ങൾ വന്നു, ലൈംഗിക പീഡന ആരോപണം വരെ ഉയർന്നു വന്നു. എല്ലാത്തിലും പിതാവ് ചേർത്ത് പിടിച്ച് കൂടെ നിർത്തി. അത്തരത്തിലൊരാൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഒരു വേദന മനസ്സിലാവുകയുള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മാത്രം. അതുവരെ നമ്മൾ എന്തും കാട്ടിക്കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഷൈനെ നോക്കുമ്പോൾ ഷൈൻ ഇപ്പോൾ എന്തൊക്കെ ആരോപണം നേരിട്ടാലും അദ്ദേഹം എന്താ പറയുക, പറയുന്നതിൽ ഒരു ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. ഞാനിത് ഉപയോഗിക്കില്ല എന്നൊരിക്കലും പറയുന്നില്ല. അപ്പോൾ ഞാനിത് ഇനി ഉപയോഗിക്കില്ല എന്ന് പറയുന്നതും എല്ലാവർക്കും വിശ്വാസത്തിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു, അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാവർക്കും എൻ്റെ കാര്യങ്ങളിൽ വന്നു നിന്ന് പലതവണ ഇടപെടേണ്ടി വന്നു, ഞാൻ കാരണം പല ബുദ്ധിമുട്ടുകളും എൻ്റെ സിനിമകൾക്കുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അപ്പോൾ അതിലെ ഒരു തിരിച്ചറിവാണ്, വലിയൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തെറ്റ്? അതിനെ നമ്മളെല്ലാവരും എന്താ പറയുക, എല്ലാ പ്രേക്ഷകരും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി 30 ഇൻ്റർവ്യൂ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഒരു സിനിമ കഴിഞ്ഞാൽ 30 ഇൻ്റർവ്യൂ വരെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ 10 സിനിമ കഴിയുമ്പോൾ എത്ര ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വരും? 10-15 സിനിമ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ 10-15 സിനിമ ഇറങ്ങുമ്പോൾ ഏകദേശം 300-ന് മുകളിൽ ഇൻ്റർവ്യൂ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അപ്പം അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ധാരാളം ഇങ്ങനെ ഇൻ്റർവ്യൂ ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നം, പ്രേക്ഷകർ ഇവരെയൊക്കെ കണ്ടു മടുക്കും. എപ്പോഴും ഇൻ്റർവ്യൂ ആവുകയാണെങ്കിൽ, അതായത് ഇവർ നടന്മാരൊക്കെ ആണല്ലോ, ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ സ്ഥിരം കണ്ടു കഴിഞ്ഞാൽ ഇവരെ കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ നമുക്കങ്ങ് പോകും. അതായത് ഇപ്പോൾ ഒരു ഫ്രെയിമിലേക്ക് ഒരു ഫിലിമിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു നടൻ വരുമ്പോൾ ഉണ്ടാകുന്ന കയ്യടി ഉണ്ടല്ലോ, ആ കയ്യടി പിന്നെ ഇപ്പം ലാലേട്ടൻ സ്ഥിരം ഓടി നടന്ന് ഇൻ്റർവ്യൂ നടക്കുക. ഇപ്പം നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ രാവിലെ അങ്ങോട്ട് നടന്നു പോകുന്നു, ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു, വൈകുന്നേരം അങ്ങോട്ട് പോകുന്നു. ലാലേട്ടൻ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. ലാലേട്ടൻ്റെ ഒരു വലിയ സിനിമ വന്നിട്ട് ഫസ്റ്റ് ലാലേട്ടൻ്റെ ഒരു എൻട്രി നമുക്ക് കൈയടിക്കാനും തോന്നില്ല. കാര്യം എപ്പോഴും നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് കൈയടിക്കാനാണ്? അങ്ങനെയാണെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കൈയടിക്കണ്ടേ? അത് എവിടെയും ഇല്ലാതെ വളരെ എക്സൈറ്റ്മെന്റ് പിന്നീട് കാണില്ല, പിന്നെ ഉണ്ടാവില്ല. അതൊരു പ്രധാനപ്പെട്ട ഇതൊരു കെമിസ്ട്രിയാണ് ഇതിൻ്റെ. അത് മനസ്സിലാക്കാതെയാണ് പല നടന്മാരും ഇങ്ങനെ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. എപ്പോഴും ഇവരെ നമ്മൾ കണ്ട് ഇനി എന്താ കൂടുതലൊന്നും കാണാനില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആരെങ്കിലും ഇവരുടെ സിനിമയുടെ കഥ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കത് മതി. അല്ലെങ്കിൽ OTT-യിലോ ടെലഗ്രാമിലോ വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച് കാണും. സിനിമ പറ്റി ഈ വലിയ സ്ക്രീനിൽ പോയി ഇനി എന്തിനാണ് ഇവരെ കാണുന്നത് എന്നൊരു തോന്നൽ വരില്ലേ?
ഒരു ബിഗ് സ്ക്രീനിൽ ഇവരുടെ സിനിമ ചെന്ന് കാണേണ്ട ആവശ്യമുണ്ടോ? ചിലവാക്കി പിന്നെ 100-200 രൂപ ചിലവാക്കി പിന്നെ തിയേറ്ററിലെ എക്സ്പെൻസും എല്ലാം കൂടെ ചുമന്നുകൊണ്ട് നമ്മൾ എന്തിനാണ് കാണുന്നത്? പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും നടന്മാരുടോ അങ്ങനെയുള്ള ആളുകളോട് ഉള്ള ഒരു സിനിമയിൽ ഇവർ അഭിനയിക്കണം. അങ്ങനെയാണ് നമ്മൾ പോയി കാണാം. ഇത് ശരിക്കും ഇവരെ തന്നെ ഇല്ലാതാക്കിയാണ്. ഇൻ്റർവ്യൂകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1-2 ഇൻ്റർവ്യൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് തന്നെ ചിലരൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യും, അവർ തന്നെ ഷൂട്ട് ചെയ്യും, അവരുടെ ആങ്കർ തന്നെ ആയിരിക്കും, അതെല്ലാവർക്കും എടുത്തു കൊടുക്കും. എത്ര പേര് അത് ഇടുമെന്നറിയില്ല, കോപ്പിറൈറ്റ് അടിക്കും. എത്ര പേർ ഇത് കാണിക്കുമെന്നറിയില്ല. എന്നാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഓൺലൈൻ മീഡിയയിൽ ഒരു എന്താ പറയുക ടെക്സ്റ്റുകളായിട്ട് ഇത് പ്രചരിക്കും. അതും എത്ര പേർ വായിക്കും എന്നൊരു പ്രശ്നമുണ്ട്. അല്ലാതെ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും ഷൈൻ ഒരു വലിയ മാതൃകയാവുകയാണ്. ഇനി ഒരുപാട് പേരുണ്ട്, ഇനി കുറച്ച് ആളുകൾ വേറെയുണ്ട്. അവരെല്ലാവരും പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, നല്ല കുട്ടികളാണ്, പിടിക്കപ്പെട്ടു പലതവണ, എന്നാലും എന്ന് പറയും ഞാനത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല, എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്ത് കൊടുക്കാനാ ഇവരെ കുടുക്കിയിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഒരു കേസിൽ കൊടുക്കാൻ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വേറെ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ബന്ധമുള്ള ഒരു നടനെ കൊടുക്കാനാണെങ്കിൽ, അങ്ങനെ ഒരാൾ കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു എന്നെ കുടുക്കിയതാണിത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധമുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പറയാം. ഇവിടെ ഒരു കേസിൽപ്പെട്ട ഒരു നടന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ കൃത്യമായി പെടുത്തിയതാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട കാര്യം ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് ഉണ്ടായിരുന്നു. അതാണ് കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പേർ ഇതിൽ വന്നിട്ട് ഇത് ഉപയോഗിക്കുകയും ആ പ്രതികൾ തന്നെ, ഇവരുടെ കൂടെ പിടിക്കപ്പെടുന്ന പ്രതികൾ തന്നെ പറയുന്നു ഞങ്ങൾ കൊടുത്തു എന്ന്. എന്നാലും ഇവർ സമ്മതിക്കില്ല. പക്ഷേ അതിൽ നിന്നൊരു മാറ്റമാണ് ഷൈൻ. എന്നാലും ഇപ്പോൾ സംസാരത്തിൽ നല്ല മാറ്റമുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സിനിമ ദി പ്രൊട്ടക്ടർ ഒരു ഹൊറർ ത്രില്ലറാണ്, നല്ല സിനിമയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം 4ാം വാരമായിട്ട് അത് തിയേറ്ററിൽ നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും ഓടുന്നുണ്ട്. എന്തായാലും നല്ലൊരു വിജയം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കെല്ലാം ഉണ്ടാവട്ടെ. ശരി.